തമിഴ്നാട് രാഷ്ട്രീയം ഇന്നൊരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. കാലങ്ങളായി ദ്രാവിഡ കക്ഷികൾ അടക്കി വാണ്ടുന്ന തമിഴ് മണ്ണിൽ പുതിയൊരു സഖ്യം രൂപപ്പെടുന്നു. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം അധികാരമേറ്റെടുക്കുമ്പോൾ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് വിജയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പുതിയ രാഷ്ട്രീയ സൗഹൃദമാണ്. എന്താണ് സഖ്യത്തിന്റെ ഭാവി? ഈ ഞായറാഴ്ച ചെന്നൈയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഈ മാറ്റത്തിന്റെ തുടക്കം കുറിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ പ്രധാന ആകർഷണം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുലിന് വിജയുടെ തൊട്ടടുത്താണ് ഇരിപ്പിടമൊരുക്കിയത്. മുമ്പ് DMK നേതാവ് MK സ്റ്റാലിനുമായി രാഹുൽ ഗാന്ധി പുലർത്തിയിരുന്ന ആ പഴയ സഹോദര ബന്ധം ഇപ്പോൾ വിജയമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയെ അധികാരമേറ്റ ശേഷം തന്റെ പ്രസംഗത്തിൽ വിജയ് രാഹുലിനെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചത് ഈ കെട്ടുറപ്പിന്റെ സൂചനയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി DMKയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ബന്ധം പൂർണ്ണമായി അവസാനിപ്പിച്ചാണ് കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേരുന്നത്. തമിഴ്നാട്ടിൽ സ്വന്തം കാലിൽ നിൽക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കരുത്തരായ പുതിയ പങ്കാളികളെ കണ്ടെത്താനോ ഉള്ള കോൺഗ്രസിന്റെ ശ്രമമാണിതെന്ന് വ്യക്തം. സോഷ്യൽ മീഡിയയിലൂടെ വിജയ് രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചിരുന്നു. ഞങ്ങളുടെ ഈ പുതിയ യാത്രയിൽ നിങ്ങളുടെ പിന്തുണയും ആശംസകളും വിലമതിക്കാനാവാത്തതാണ് എന്നായിരുന്നു വിജയുടെ വാക്കുകൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. TVK സർക്കാരിന് ഭാവിയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാൽ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ വിജയ്ക്കുണ്ടാകും. CPI, CPM, BCK തുടങ്ങിയ കക്ഷികൾ വിജയ് സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവർ ഇപ്പോഴും DMKയോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിജയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു വലിയ പങ്കാളിയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ UDF നേടിയ വലിയ വിജയവും തമിഴ്നാട്ടിൽ ഈ പുതിയ സഖ്യവും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ സ്വാധീനം വീണ്ടും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 17ാം തമിഴ്നാട് നിയമസഭയിൽ 107 സീറ്റുകളാണ് നിലവിൽ TVKയ്ക്കുള്ളത്. ഇത് 3 രാജ്യസഭാ MPമാരെ തിരഞ്ഞെടുക്കാൻ വിജയെ പ്രാപ്തനാക്കുന്നു. അതായത് പാർലമെന്റിലും വിജയുടെ പാർട്ടിയുടെ ശബ്ദം ഇനി കേൾക്കാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മൂന്നാം ശക്തി എന്നതിലുപരി ഒരു പ്രധാന അധികാര കേന്ദ്രമായി വിജയ് മാറിയിരിക്കുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വെറുമൊരു സിനിമാ താരത്തിന്റെ ചുവടുവെപ്പല്ല എന്ന നീക്കങ്ങൾ തെളിയിക്കുന്നു. രാഹുൽ ഗാന്ധിയെപ്പോലൊരു ദേശീയ നേതാവുമായ ഈ സഖ്യം തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമോ? അതോ കോൺഗ്രസ് തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സഹായിക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം മറ്റു പല സ്ഥലങ്ങളിലും ഇങ്ങനെ പിന്തുണച്ച കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. പലരും ഇന്ന് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും പല മന്ത്രിസ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അവസ്ഥ TVKയ്ക്കോ തമിഴ്നാടോ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നിരീക്ഷകരും പറയുന്നത്.